പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെൻസ് ആൻഡ് ഇൻകം ഫോർ എ പർട്ടിക്കുലർ പീരീഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് പ്രിപ്പയർഡ് ടു ചെക്ക് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് അക്കൗണ്ട്സ്. നമ്മൾ പറഞ്ഞു ലെഡ്ജറിന്റെ സമ്മറിയിൽ നിന്ന് അല്ലെങ്കിൽ ലെഡ്ജർ അക്കൗണ്ട് സമ്മറൈസ് ചെയ്ത് കിട്ടുന്ന വാല്യൂവിൽ നിന്നാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അടുത്തത് ബാലൻസ് ഷീറ്റ് സ്റ്റേറ്റ്സ് ഓൺലി ദ റിയൽ ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അനുപ്രിയ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? എങ്ങനെയാണ് ഒരു ചോദ്യം വന്നാൽ ഏത് രീതിയിലാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം ട്രയൽ ബാലൻസ്. എന്താണ് ട്രയൽ ബാലൻസ്? Trial balance is a list of balance extracted from the ledger account at a given date, arranged according to whether they are debit balance or credit balance. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ലെഡ്ജർ അക്കൗണ്ടിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ലിസ്റ്റ് ഓഫ് ബാലൻസസ് ആണ്. നമുക്കറിയാം ഏറ്റവും ആദ്യം നമ്മൾ എന്താ പ്രിപ്പയർ ചെയ്യുന്നത്? ഒരു ജേർണൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ജേർണലിൽ നിന്ന് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നു? ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു. ഈ ലെഡ്ജർ അക്കൗണ്ട്സിന്റെ സമ്മറിയാണ് അല്ലെങ്കിൽ ആ അക്കൗണ്ട്സിന്റെ ടോട്ടൽ ആണ്. അതിനെ ബേസ് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ അതൊരു ലിസ്റ്റ് ഓഫ് ബാലൻസസ് ആണ് എന്ത് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അത് ഡെബിറ്റ് ആയിക്കോട്ടെ ക്രെഡിറ്റ് ബാലൻസ് ആയിക്കോട്ടെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് അക്കൗണ്ട് ഈസ് കോൾഡ് ട്രയൽ ബാലൻസ്. എന്താണ്? ഡെബിറ്റ് ബാലൻസിന്റെയും ക്രെഡിറ്റ് ബാലൻസിന്റെയും അക്കൗണ്ട് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. Total of debit balance and credit balance should agree if the double entry rule have been properly followed. ഇവിടെ നമ്മൾ പറഞ്ഞു ഡെബിറ്റ് ബാലൻസിന്റെയും ക്രെഡിറ്റ് ബാലൻസിന്റെയും ഒരു സമ്മറി വെച്ചിട്ടാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിനെ ബേസ് ചെയ്ത് വരുന്ന റൂൾ ഏതായിരിക്കും? ഡബിൾ എൻട്രി റൂളാണ്. ഏത് റൂളാണ്? ഡബിൾ എൻട്രി റൂളാണ്. ഇനി എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്സ് ഇൻ വെരിഫൈങ് ദ കറക്റ്റ്നെസ് ഓഫ് ബുക്സ് ആൻഡ് അക്കൗണ്ട്. അതായത് നമുക്കറിയാം ഒരു ഫേമിന് പലതരത്തിലുള്ള അക്കൗണ്ട്സുകൾ ഉണ്ടാവും. അക്കൗണ്ട്സായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പലതരത്തിലുള്ള ഡോക്യുമെന്റ്സ് കാണും. ഇതിനെയൊക്കെ പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യാൻ ആ എൻ്റർ ചെയ്തിരിക്കുന്ന ഡേറ്റ കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രയൽ ബാലൻസിനെ യൂസ് ചെയ്യുന്നത്. പ്രിപ്പയർഡ് ടു ചെക്ക് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് അക്കൗണ്ട്സ്. നമ്മൾ പറഞ്ഞു ലെഡ്ജറിന്റെ സമ്മറിയിൽ നിന്ന് അല്ലെങ്കിൽ ലെഡ്ജർ അക്കൗണ്ട് സമ്മറൈസ് ചെയ്ത് കിട്ടുന്ന വാല്യൂവിൽ നിന്നാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ട്രയൽ ബാലൻസിന്റെ മറ്റൊരു ഉപയോഗം എന്താണ്? നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ്, നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള വാല്യൂ, അതിന്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി വെരിഫൈ ചെയ്യാനും നമ്മൾ ഈ ട്രയൽ ബാലൻസിനെ ഉപയോഗിക്കാറുണ്ട്. ഇനി ഏത് സമയത്താണ് നമ്മൾ ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്? ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബാലൻസ് ആണ് എന്ത് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബാലൻസ് ആണ് എന്ത് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ? നമ്മൾ ഓൾറെഡി പറഞ്ഞു ലെഡ്ജർ പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്തത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. The balance shown in accounts are used for the preparation of trial balance. അതായത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലെഡ്ജറിന്റെ അതായത് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ബാലൻസസിനെയാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് എടുക്കുന്നത്. ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് വരുമ്പോൾ ആ ലെഡ്ജർ അക്കൗണ്ടിൽ വരുന്ന ബാലൻസസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഓക്കെ, ട്രയൽ ബാലൻസ് റെഫേഴ്സ് ടു ലിസ്റ്റ് ഓഫ് ലെഡ്ജർ ബാലൻസ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ലിസ്റ്റ് ഓഫ് ലെഡ്ജർ ബാലൻസ്, ലെഡ്ജർ ബാലൻസിന്റെ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ട്രയൽ ബാലൻസ് ആണ്. ഡിഫറൻസ് ഇൻ ട്രയൽ ബാലൻസ് ക്യാൻ ബി ടെമ്പററിലി പുട്ട് ഇൻ ടു സസ്പെൻസ് അക്കൗണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഈ ട്രയൽ ബാലൻസിന്റെ ഡിഫറൻസ്, അതായത് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമല്ലോ, അവിടെ ഡെബിറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് അക്കൗണ്ടും ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ഈ ഡിഫറൻസ് നമ്മൾ താൽക്കാലികമായിട്ട് എങ്ങോട്ട് നമ്മൾ ഇടും? സസ്പെൻസ് അക്കൗണ്ടിലോട്ട് ഇടും. എങ്ങോട്ടായിരിക്കും നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്? സസ്പെൻസ് അക്കൗണ്ടിലോട്ടായിരിക്കും നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അതായത് ട്രയൽ ബാലൻസിലെ ഡിഫറൻസ് താൽക്കാലികമായിട്ട് നമ്മൾ എവിടെയായിരിക്കും കൊടുക്കുക? സസ്പെൻസ് അക്കൗണ്ടിലായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യുക. അടുത്തത് ടു മെത്തേഡ്സ് ആർ യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ടോട്ടൽ മെത്തേഡ്, ബാലൻസ് മെത്തേഡ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതൊക്കെയാണ്?
ടോട്ടൽ മെത്തേഡും ബാലൻസ് മെത്തേഡും. ഇനി ഏറ്റവും നല്ല മെത്തേഡ് ഈ പറയുന്ന ടോട്ടൽ മെത്തേഡും ബാലൻസ് മെത്തേഡും ഉണ്ടെന്ന് പറഞ്ഞു. എന്നിരുന്നാൽ കൂടി ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്? ബാലൻസ് മെത്തേഡ് തന്നെയാണ്. ഓക്കെ, അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രയൽ ബാലൻസ് പറഞ്ഞു കഴിഞ്ഞു, അടുത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് വരുന്ന അല്ലേ. അപ്പൊ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്? റവന്യൂ സ്റ്റേറ്റ്മെന്റ് എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയാണ്. എന്തിനെയാണ്? റവന്യൂ സ്റ്റേറ്റ്മെന്റ് എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയാണ്. അങ്ങനെയാണെങ്കിൽ റവന്യൂ അക്കൗണ്ടിന്റെ സെക്കൻഡ് പാർട്ട് എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയാണ്. റവന്യൂ അക്കൗണ്ടിന്റെ സെക്കൻഡ് പാർട്ട് എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ത് തരത്തിലുള്ള അക്കൗണ്ടാണ്? നോമിനൽ അക്കൗണ്ട് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ത് തരത്തിലുള്ള അക്കൗണ്ട് ആണ്? നോമിനൽ അക്കൗണ്ട് ആണ്. പ്രിപ്പയർ ടു ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ എ പീരീഡ്. പേരിന്റെ അകത്ത് തന്നെയുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്? ഒരു പീരീഡിലെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ സംബന്ധിക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നത്. ഈ ബേസിക് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ്, അതായത് ഓരോ അക്കൗണ്ടിലും ഓരോ സൈഡിലും എന്തൊക്കെ കാര്യങ്ങൾ എൻ്റർ ചെയ്യണം, എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് പോസ്റ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? നോമിനൽ അക്കൗണ്ട് ആണ്. അതുപോലെ തന്നെ എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്? അതായത് ഒരു പീരീഡിലെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെൻസ് ആൻഡ് ഇൻകം ഫോർ എ പർട്ടിക്കുലർ പീരീഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഒരു കമ്പനി, നമ്മളൊരു കമ്പനീനെ നമ്മൾ എടുക്കുകയാണ്. ആ കമ്പനി ആ വർഷം കമ്പനിയുടെ കയ്യിലോട്ട് കിട്ടിയ ഇൻകവും ആ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി മുടക്കിയിട്ടുള്ള എക്സ്പെൻസും അത് തമ്മിൽ വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എൻ്റർ ചെയ്യുന്നുള്ളൂ? എക്സ്പെൻസും ഇൻകവുമാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. എന്തൊക്കെ എൻ്റർ ചെയ്യുന്നത്? എക്സ്പെൻസും ഇൻകവുമാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഇനി all the indirect expenses are debited in profit and loss account. All the business income are credited in profit and loss account. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിന്റെ ബാക്കി എന്താ പറഞ്ഞ? ആദ്യമേ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് ഒരു കമ്പനിക്ക് ആ പീരീഡിൽ കമ്പനിയുടെ കയ്യിലോട്ട് വന്നിട്ടുള്ള ഇൻകവും ആ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി കമ്പനി മുടക്കിയിട്ടുള്ള എക്സ്പെൻസും, അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എക്സ്പെൻസസ് എവിടെ കൊടുക്കുന്നു? ഇൻകം എവിടെ കൊടുക്കുന്നു? നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. ഓൾ ദ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, എന്താണ്? എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. എല്ലാ ബിസിനസ് ഇൻകത്തിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. എല്ലാ ബിസിനസ് ഇൻകത്തിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക, എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി എല്ലാ ബിസിനസ് ഇൻകത്തിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പഠിക്കുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കേണ്ട കാര്യം എന്താണ്? നോമിനൽ അക്കൗണ്ട് ആണ്. എക്സ്പെൻസും ഇൻകവും ആണ് നമ്മൾ അവിടെ എൻ്റർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ്പെൻസ് നമ്മൾ എവിടെ എൻ്റർ ചെയ്യുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യുന്നു. ഇൻകം എവിടെ കൊടുക്കുന്നു? ഇൻകം എവിടെയാണ് കൊടുക്കുന്നത്? ക്രെഡിറ്റ് സൈഡിലാണ് കൊടുക്കുന്നത്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇസ് ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിങ് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ടു ദ ക്യാപിറ്റൽ അക്കൗണ്ട്. എങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു എക്സ്പെൻസ് നമ്മൾ എവിടെ കൊടുക്കുന്നു? ഡെബിറ്റ് സൈഡിൽ കൊടുത്തു. ഇൻകം നമ്മൾ എവിടെ കൊടുത്തു? ക്രെഡിറ്റ് സൈഡിൽ കൊടുത്തു. അപ്പോൾ എല്ലാ എക്സ്പെൻസും ഇൻകവും നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കും. എന്നിട്ട് ഈ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ ഏത് അക്കൗണ്ടിലോട്ട് മാറ്റും? ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് മാറ്റും. എങ്ങോട്ടാണ് മാറ്റുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ടാണ് മാറ്റുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിലും നെറ്റ് ലോസ് ആണെങ്കിലും നമ്മൾ ഏത് അക്കൗണ്ടിലോട്ടായിരിക്കും നമ്മൾ ചേഞ്ച് ചെയ്യുക? ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ടായിരിക്കും ചേഞ്ച് ചെയ്യുക. ഓക്കെ, നമുക്കറിയാം കേരള ബാങ്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. മെയ് 15 അപേക്ഷിക്കേണ്ട അവസാന തീയതി. ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം.
ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് കാറ്റഗറിയാണ്, ജനറൽ കാറ്റഗറി ആണോ സൊസൈറ്റി കാറ്റഗറി ആണോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഒന്ന് അപ്ലൈ ചെയ്യുക. അതോടൊപ്പം തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ കേരള ബാങ്കിന് വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും, അതായത് എത്രയും നേരത്തെ പഠിച്ചു തുടങ്ങുന്നോ അത്രയും നല്ലത്. PSC നടത്തുന്ന എക്സാം ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം KRFEDന്റെ എക്സാം കഴിഞ്ഞതോടുകൂടി നമുക്കൊരു ഏകദേശം ധാരണ വന്നിട്ടുണ്ട്. സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം ആണെങ്കിലും ചോദ്യത്തിന്റെ നിലവാരം വളരെ വ്യത്യസ്തമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എത്രയും നേരത്തെ പഠിച്ചു തുടങ്ങുന്നോ അത്രയും നല്ലത്. എന്നാൽ മാത്രമേ നമുക്ക് 1ാം റാങ്ക് നേടാൻ പറ്റത്തുള്ളൂ. ഏറ്റവും ഉയർന്ന റാങ്ക് മേടിക്കുക, ഏറ്റവും ആദ്യം അപ്പോയിൻമെന്റ് ലെറ്റർ കൈപ്പറ്റാൻ നോക്കുക. അപ്പോൾ അതുകൊണ്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും ജോയിൻ ചെയ്യുക. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ബാലൻസ് ഷീറ്റ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിലും നെറ്റ് ലോസ് ആണെങ്കിലും നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു? ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്തിനായിരുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തത്? അതായത് ഒരു പർട്ടിക്കുലർ പീരീഡിൽ കമ്പനിക്ക് കിട്ടിയത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അസസ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ബാലൻസ് ഷീറ്റ് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അതായത് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. കമ്പനിക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയുന്നതിനോടൊപ്പം തന്നെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിലവിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, എങ്ങനെയാണ് കമ്പനിയുടെ വർക്ക് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് എന്താ? ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? ബാലൻസ് ഷീറ്റിനെയാണ്. പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? ബാലൻസ് ഷീറ്റിനെയാണ്. കാരണം എന്തായിരുന്നു? കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നിലവിൽ നമ്മുടെ കമ്പനി എവിടെ നിൽക്കുന്നു എന്ന് അനലൈസ് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ബാലൻസ് ഷീറ്റ് യൂസ് ചെയ്യുന്നു. എന്നാൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഡേറ്റിലായിരിക്കും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രൊവൈഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ബാലൻസ് ഷീറ്റ് സ്റ്റേറ്റ്സ് ഓൺലി ദ റിയൽ ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? നോമിനൽ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ ബാലൻസ് ഷീറ്റിലോട്ട് വരുമ്പോൾ എന്തായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? റിയൽ ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്. അപ്പൊ നോമിനൽ അക്കൗണ്ട് നമ്മൾ എവിടെയായിരിക്കും കൊടുക്കുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലേ, നോമിനൽ അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൊടുക്കുന്നു, റിയൽ ആൻഡ് പേഴ്സണൽ അക്കൗണ്ട് എവിടെ കൊടുക്കുന്നു? ബാലൻസ് ഷീറ്റിൽ കൊടുക്കുന്നു. പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ് ടു ഷോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ. പർട്ടിക്കുലർ പീരീഡിൽ പ്രിപ്പയർ ചെയ്യുമെന്ന് പറഞ്ഞു. പർട്ടിക്കുലർ പീരീഡ് തന്നെ എപ്പോഴായിരിക്കും? ആ ഒരു പീരീഡ് അവസാനിക്കുന്ന സമയത്താണ്. എന്നാലല്ലേ നമുക്ക് എന്താണ് ആ കമ്പനിയുടെ നിലവിലത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് balance sheet is prepared at the end of a particular period to show the financial position. ഒരു particular ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എവിടെയാണ് അല്ലെങ്കിൽ എവിടെയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പർട്ടിക്കുലർ പീരീഡ് എൻഡ് ചെയ്യുമ്പോൾ വേണം നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യാൻ? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ. പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് എ പർട്ടിക്കുലർ പീരീഡ്. ദ കമോൺമെന്റ്സ് ഓഫ് ബാലൻസ് ഷീറ്റ് ഈസ്, എന്തൊക്കെയാണ് ബാലൻസ് ഷീറ്റിന്റെ അകത്ത് വരുന്ന കമോൺമെന്റ്സ്? അസറ്റ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ. വേറെ ഒന്നുമല്ല, ബാലൻസ് ഷീറ്റിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. എന്തൊക്കെ വരും? അസറ്റ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ. അതിന്റെ കാരണം എന്താ? ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഏത് തരത്തിലുള്ള അക്കൗണ്ട്സ് മാത്രമേ എൻ്റർ ചെയ്യുന്നുള്ളൂ? റിയൽ ആൻഡ് പേഴ്സണൽ അക്കൗണ്ട് മാത്രമേ നമ്മൾ ബാലൻസ് ഷീറ്റിൽ എൻ്റർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? അസറ്റ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ. ഓക്കെ, അടുത്തത് net profit of a cooperative society is shown in liability side of balance sheet. ഇനി നമ്മൾ പറയാം, നമ്മൾ ഇത്ര നേരം കമ്പനിയുടെ കേസിൽ നമ്മൾ പറഞ്ഞു, എല്ലാ കേസിലും ഓക്കെയാണ്. പക്ഷെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസിലോട്ട് വരുമ്പോൾ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എങ്ങനെയായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നെറ്റ് പ്രോഫിറ്റ് എവിടെയായിരിക്കും കാണിക്കുന്നത്? ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നെറ്റ് പ്രോഫിറ്റ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലായിരിക്കും നമ്മൾ കാണിക്കുന്നത്. അതുപോലെ അടുത്തൊരു പോയിന്റ് നോക്കി, ദി മാനേജ്മെന്റ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഇൻ സർട്ടൻ സ്പെസിഫിക് ഓർഡർ ഇൻ ദ ബാലൻസ് ഷീറ്റ് ഈസ് കോൾഡ് ഗ്രൂപ്പിംഗ് ഓർ മാർഷലിംഗ്. എന്താണ് അപ്പൊ ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ മാർഷലിംഗ് എന്ന് പറയുന്നത്? എന്താണ്? ഒരു ബാലൻസ് ഷീറ്റിൽ ഒരു പർട്ടിക്കുലർ ഓർഡറിൽ അസറ്റിനെയും ലയബിലിറ്റീസിനെയും പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ മാർഷലിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ മാർഷലിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആൻഡ് ലയബിലിറ്റീസിനെ പർട്ടിക്കുലർ ഓർഡറിൽ പ്ലേസ് ചെയ്യുന്നതുകൊണ്ടാണ് ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ മാർഷലിംഗ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം, ഷോസ് ദ നേച്ചർ ആൻഡ് കോസ്റ്റ് ഓഫ് അസറ്റ് ആൻഡ് എമൗണ്ട് ഓഫ് ലയബിലിറ്റീസ്. ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ കാണിക്കുന്നുണ്ട്? അതായത്
അസറ്റിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ നേച്ചറും അതുപോലെ തന്നെ എത്രത്തോളം ബാധ്യതകളുണ്ട് എന്നൊക്കെ എവിടെ കാണിക്കുന്നു? ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നു. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ആൻ അക്കൗണ്ട്, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞല്ലേ, ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും ഒരു അക്കൗണ്ട് അല്ല, ഇറ്റ് ഈസ് ടോട്ടലി എ സ്റ്റേറ്റ്മെന്റ്. ബാലൻസ് ഷീറ്റ് ഈസ് ടോട്ടലി എ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അടുത്തത് മാർഷലിംഗ് ഓഫ് ബാലൻസ് ഷീറ്റ് ഇസ് ഡൺ ഇൻ 2 ways. നമ്മൾ മാർഷലിംഗ് എന്താന്ന് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു മാർഷലിംഗ് എന്ന് പറയുന്നത്? അതായത് ഒരു ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഒരു സ്പെസിഫിക് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ മാർഷലിംഗ് എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ബാലൻസ് ഷീറ്റിൽ മാർഷലിംഗ് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? ലിക്വിഡിറ്റി ഓർഡർ, പെർമനൻസ് ഓർഡർ. എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 2 രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ലിക്വിഡിറ്റി ഓർഡർ ആൻഡ് പെർമനൻസ് ഓർഡർ. അടുത്തത് closing stock figure is shown in balance sheet as a current asset and will be opening stock in next year's trading account. എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക്. എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, നമുക്കറിയാം ഈ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അടുത്ത വർഷത്തെ എന്തായിരിക്കും? ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ എങ്ങനെയായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റിന്റെ കറണ്ട് അസറ്റ്, ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിന്റെ കറണ്ട് അസറ്റിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് എന്നുള്ള കാര്യം അറിയായിരിക്കുമല്ലോ. ഈ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്കിനെ നമ്മൾ എവിടെയായിരിക്കും കാണിക്കുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിലായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്കിനെ നമ്മൾ എവിടെ കാണിക്കുന്നു? ബാലൻസ് ഷീറ്റിലെ കറണ്ട് അസറ്റ് എന്ന് പറയുന്ന ഹെഡിന്റെ കീഴിൽ കാണിക്കുമ്പോൾ ഇതേ ക്ലോസിംഗ് സ്റ്റോക്ക് അടുത്ത വർഷം എന്താവുന്നു? ഓപ്പണിംഗ് സ്റ്റോക്ക് ആവുന്നു. എവിടെ നമ്മൾ കാണിക്കും? ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കും. എവിടെയാണ് കാണിക്കുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കും. ഇനി ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ അറിയായിരിക്കും. ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തിനാണ്? അക്കൗണ്ടിങ് ഇക്വേഷനെ തന്നെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്താ പറയുക, ഈ പറയുന്ന ബാലൻസ് ഷീറ്റ് എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണ്, ട്രയൽ ബാലൻസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഏറ്റവും ബേസിക് എന്ന് പറഞ്ഞാൽ എന്ത് തരത്തിലുള്ള അക്കൗണ്ടാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് പോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ നോക്കിയത്. ഇതിനെക്കുറിച്ച്, അതായത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എന്തൊക്കെ പോസ്റ്റ് ചെയ്യണം, എന്ത് തരത്തിലുള്ള അക്കൗണ്ട് ആണ് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഒക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പോസ്റ്റിംഗ് നടത്താൻ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ആൻസറിലോട്ട് നമ്മൾ എത്തും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയെടുത്ത് തറവായിട്ട് നന്നായിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ കേരള ബാങ്കിൻ്റെ പുതിയ ബാച്ച് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക. കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യം അറിയുന്നതിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്